നന്നായി വരിക, നന്നായി വരിക, നന്നായി വരിക. നന്നായി വരിക. കുട്ടി ഏതാ? ഭാസ്കരൻ കുട്ടി. ആരാ മരിച്ചത്? മരിക്കേ? പുറത്ത് ജയകൃഷ്ണൻ വെറ്റ്സ് എന്നും പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ടല്ലോ. അതിന് ജയകൃഷ്ണൻ എപ്പോഴാ മരിച്ചത്? എടോ, ഇന്ന് ജയകൃഷ്ണ സാറിന്റെ കല്യാണമാ. ഓ സോറി 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 സോറി. അല്ല, എപ്പോഴാ ശവം എടുക്കണത്? പൊന്നപ്പാ. എടാ പൊന്നപ്പാ. എന്താ സാറേ? ഈ കുട്ടിയെ പിടിച്ച് പുറത്താക്കുക. ഇതിവിടെ എത്തിയോ? നിനക്ക് ഇവിടെ ചത്തതാരാണെന്ന് അറിയണമല്ല? അറിയണം. എന്നാ കേട്ടോ, ചത്തത് നീയാ. എപ്പോ? ജസ്റ്റ് 5 minutes. എന്നിട്ട് എന്തുകൊണ്ട് എന്നെ വിവരം അറിയിച്ചില്ല? അപ്പനിക്ക് നീ ചത്തില്ലേ? തർക്കം വേണ്ട. ശവശരീരായ നമഃ. എടുത്തോളൂ. എന്തിനാ എടുക്കുന്നേ? നിനക്ക് നടന്നു വെക്കൂടാ. ചത്തവരാരെങ്കിലും നടന്നു പോവോടാ തെണ്ടി. അല്പം പഞ്ഞുകൊണ്ട് എന്നെ മൂക്കിൽ വെച്ചോളൂ. എന്തിനാ? ഞാൻ ചെയ്യുമ്പോൾ എനിക്ക് നാറ്റം എടുക്കാതിരിക്കാനാ. ചീഞ്ഞേനേക്കാൾ നാറ്റം എപ്പോഴേ ഉണ്ട്. എന്നാൽ ആ പഞ്ഞി എടുത്ത് നിന്റെ മൂക്കിൽ വെച്ചോടാ പ്രാന്ത. ഇനി വെച്ച് അതേ ചീക്കണ്ട, പിടിച്ചോ. നേരെ കുഴിയിലോട്ട് വെക്കാം. തലക്കും ഭാഗത്ത് ഈ 3 ചന്നത്തിൽ കത്തിക്കണേ. പൊന്മകൾ വന്ന പൊരുൾ കൂടി തന്ന ഹരിനാരായണ, ഹരിനാരായണ. ഹരിനാരായണ, നിന്റെ പെണ്ണിന് കുട്ടിക്കാലം മുതൽ നീ സ്നേഹിച്ചതിന്റെ പുറപ്പെടിന് നീ എനിക്ക് വിട്ടു തന്നില്ല. എന്നെ അവളുടെ കല്യാണം നീ നടത്തി തന്നില്ല. ഈ കടപ്പാടൊക്കെ നരകാതെ തീർക്കുക. എന്നിട്ട് ഇന്നത്തെ സമയം കഴിഞ്ഞിരിക്കുകയാണ്. നാളെ ഈ സമയത്ത് ഞങ്ങൾ വീണ്ടും ഏറ്റുമുട്ടും. ജയകൃഷ്ണൻ പറഞ്ഞതുപോലെ ഒരു ജീവൻ മരണ പോരാട്ടത്തിന് വേണ്ടി. ജയകൃഷ്ണൻ ഇപ്പോ 25 ലക്ഷം രൂപ നേടിക്കഴിഞ്ഞു. 25 lakhs. ഇനി 2 ചോദ്യങ്ങൾ മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. 1 കോടി രൂപ നേടാൻ വെറും 2 ശരി ഉത്തരങ്ങൾ മാത്രം. ആ ചോദ്യങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് മറ്റൊരു കാര്യം ചോദിച്ചോട്ടെ. എനിക്ക് വേണ്ടി മാത്രമല്ല, ഇതേ കാര്യം അറിയാൻ വേണ്ടി ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന ആയിരക്കണക്കിന് പ്രേക്ഷകർ ഇങ്ങോട്ട് ഫോൺ ചെയ്ത് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അന്ന് രാത്രി പിന്നെന്ത് സംഭവിച്ചു? വാ പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക്. ഒന്ന് ഉറങ്ങി എണീക്കുമ്പോഴത്തേക്ക് എല്ലാം ശരിയാവും. അയ്യേ, എന്താ ഫസ്റ്റ് നൈറ്റിൽ ആരെങ്കിലും ഉറങ്ങോ? അല്ലെങ്കിലും എനിക്കങ്ങനെ ഉറക്കം വരാറില്ല. ഉറക്കോളിയെ തന്നാ അവരെന്നെ ഉറക്കാറ്. നീ പോയി രാധികയോട് പാല് കൊണ്ടുവരാൻ പറയൂ. ചമ്മലുണ്ടായിരുന്നോ? ജേട്ടാ, ഇതെവിടെ പോണു? അല്ല, ഞാൻ ഈ പാല് അല്ലല്ല ബാത്റൂം പോവാ. അതിന് അടുക്കളയിലേക്കാ പോണത്? എന്താ ഇത്, ദിക്കൊക്കെ തെറ്റിയോ? പെട്ടെന്നെന്തോ ഓർത്ത് നടന്നപ്പോ. അവിടെ പോയി ഇരുന്നോളൂ, ഞാനങ്ങ് വന്നേക്കാം.
എന്താ രാധികേ? ഏയ് ഒന്നുമില്ല. മനസ്സിലായി. കോപ്പ്. നീ എന്താ ഇരുട്ടത്ത് കാട്ടണേ? ഞാൻ കുറച്ച് പാല്. പാലൊക്കെ അവള് കൊണ്ടുവരും, നീ പൊയ്ക്കോ. അതല്ല, അവളൊരു ഗ്ലാസ് പാല് ഇങ്ങോട്ട് തരുമ്പോ ഒരു ഗ്ലാസ് പാല് ഞാൻ അങ്ങോട്ടും കൊടുക്കാന്ന് വിചാരിച്ചു, ഒരു ചേഞ്ചിന്. നിനക്കിത് എന്തു പറ്റിയടാ മോനെ? രാവിലെ മുതൽ ഞാൻ ശ്രദ്ധിക്കുന്നതാ, ഒരു വിറയിലും വെപ്രാളും. എന്റെ കുഞ്ഞിനൊരു ആപത്തും വരുത്തല്ലേ ഈശ്വര. എനിക്ക് ഒരു ആപത്തും വരില്ല, ചേച്ചി ഒച്ച വെക്കാണ്ടിരുന്നാ മാത്രം മതി. ഗീത വന്നില്ലായിരുന്നു? വന്നല്ലോ. ഇത് ഞാൻ കണ്ടേ ഇല്ല കേട്ടോ. അമ്മാന്റെ കൂടെ തന്നെയാ വന്നത്. എന്താ ജയകൃഷ്ണ ഇത്? അമ്മാവനെ അനുഗ്രഹിക്കണം. അതിന് അവിടുന്ന് കഴിഞ്ഞു വരണോ? എടാ, ഞാൻ നിന്നെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിലേ അത് നന്നായി കാണാനാ. സന്തോഷം. ഇതെന്താ ഇത്? राजकुमारी सोचा लाननारे तनने नाने. ഹരിനാരായണ, ദാ പാല്. മണവാട്ടിയല്ലേ പാല് കൊണ്ടുവരേണ്ടത്? അതെ, പക്ഷെ ഈ പാല് ആദ്യം കുടിക്കേ. എന്താ ഇവിടെ അങ്ങനെ വല്ല ചടങ്ങുണ്ടോ? ഇല്ല. ഉണ്ട് ഉണ്ട്, ഇവിടെ അങ്ങനെ ഒരു ചടങ്ങുണ്ട്. എന്താ എന്നാ പറയണ്ടേ? കൊണ്ടോ. ഇത് നിനക്കുള്ള അന്ത്യചുംബനം. ഇനിയുള്ളത് ആദ്യചുംബനം. അതവൾക്ക് രാധികയ്ക്ക്.